പരസ്പരം ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ ഒന്ന് സന്തോഷിക്കാനോ ഒന്നും പറ്റാത്ത ദിവസങ്ങളുമായിരുന്നല്ലോ കഴിഞ്ഞ നാളുകളിൽ. അതിനൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് നമുക്കൊന്ന് പരസ്പരം കാണാനും സന്തോഷിക്കാനും അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ സ്നേഹസമ്പന്നരായ നിങ്ങളെ ഞങ്ങൾ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘടിപ്പിച്ച സംഘടനയുടെ അധ്യാപകർ, മാനേജ്മെന്റ്, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന കൊച്ചു കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് നമ്മുടെ ഈ കുട്ടിയുടെ ഒരു രക്ഷകർത്താവായ പ്രതാപൻ എന്നുള്ള ആളാണ് എന്നോട് ഇത് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ഈ കൃത്യസമയത്ത് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലുള്ള കുട്ടികളുടെ ബൗദ്ധികമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ സർക്കാർ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായി അത് ഏറ്റെടുത്ത് സെന്റ് ഗ്രിഗോറി ഹൈസ്കൂൾ നമ്മുടെ ഈ പ്രദേശത്ത് ഇത്രയും പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മലയാളത്തില് ആണോ? ഈ മൂല എന്താണെന്ന് നമ്മൾ പറയുന്നത് കോണുകളും ആണോ? 4 കോണുകളുണ്ട്. ഈ കോണിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെ ഇരിക്കുകയാണ് ആ കോണ്? 7ാം ക്ലാസ്സുകാർക്ക് പറയാം എങ്ങനെയുള്ള ആംഗിളാണിത്. 7ാം ക്ലാസ്സുകാർക്ക് പറയാം എങ്ങനെയുള്ള ആംഗിളാണിത്. മെഷർമെന്റ് എന്ന് പറഞ്ഞേ ആംഗിൾസ് ഉണ്ടായിരുന്നു. അതിലാണ് 90 ഡിഗ്രി വന്ന ആംഗിൾസ്. അത് 3 തരത്തില് പിന്നെ ഒരെണ്ണം കൊണ്ടല്ലേ നമ്മൾ പേരിപ്പോ പറയാൻ പറ്റത്തില്ല. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സൊല്യൂഷൻ. എന്താണ് പറയുന്നത്? സൊല്യൂഷൻ. അതായത് സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേരുമ്പോൾ എന്ത് ഉണ്ടായി വരും? എന്താണ് പറയുന്നത്? സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പേര് വിളിക്കാം? എന്ത് സൊല്യൂഷൻ എന്ന് വിളിക്കാം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. സെന്റ് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലാബ് അറ്റ് ഹോം എന്ന ശില്പശാല കുട്ടികൾക്ക് വളരെയധികം സഹായകരമായി. സെന്റ് സ്കൂള് നടത്തിയത് വളരെ സഹായകരമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രോത്സാഹനമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ ഈ ഗ്രാമപ്രദേശത്ത് വന്ന സെന്റ് ഗ്രേറ്റിയച്ചസിൻ്റെ ഭാഗമായിട്ട് ലാബ് അറ്റ് ഹോം എന്ന ഈ ശില്പശാല നടത്തിയ സെന്റ് ഗ്രേറ്റിയച്ചസിലെ ടീച്ചേഴ്സിന് ഞങ്ങൾ ആദ്യം നന്ദി പറയുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടികൾക്ക് നല്ലതുപോലെ മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ പേരൻസിനും അത് നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ കൊറോണ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് അത് എല്ലാ രീതിയിലും പ്രയോജനപ്പെട്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തുടർന്നും ഇങ്ങനെയുള്ള സഹകരണങ്ങളും ക്ലാസ്സുകളും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഈ ലാബ് ഹോം ശില്പശാലയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും എൻ്റെ ഒരു സഹകരണം, എല്ലാവരും ഇതേപോലെ ഒരു സഹകരണത്തിൽ വന്ന് പങ്കുകൊള്ളതിൽ സന്തോഷം കൊള്ളുന്നു. പിന്നെ ഇനിയും ഇതേപോലെയുള്ള അവസരങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്നും ഉണ്ടാകണം എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ കൊറോണയായിട്ട് എല്ലാ കുട്ടികളൊന്നും വന്ന് പങ്കെടുക്കാൻ ഒക്കാത്തത് കൊണ്ട് കുറച്ച് കുട്ടികളെങ്കിലും വന്നല്ലോ, അതിലൊരു അഭിമാനം ഞങ്ങളുടെ സ്ഥലത്ത്. പിന്നെ എല്ലാ ടീച്ചർമാരും സാറുമാരും എല്ലാവരും വന്നതിലും സന്തോഷമുണ്ട്. പിന്നെ നന്നായിട്ട് തന്നെ ഈ ക്ലാസ് മുന്നോട്ട് പോകണം ഇതേപോലെ തന്നെ. ഞാൻ സെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന ആദർശ് പിയുടെ അമ്മയാണ്. ഇപ്പോൾ ഈ കൊറോണ സമയത്ത് ഇവിടെ ഇതുപോലെ ലാബ് ഹോം പദ്ധതി നടക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഒരു നല്ല കാര്യം തന്നെയാണ്. വീട്ടിലിരിക്കുകയല്ലേ എല്ലാ കുട്ടികളും. ഇപ്പോൾ സ്കൂളിൽ എല്ലാ കുട്ടികളുമായിട്ട് കാണാതെയും ടീച്ചർമാരെയും കാണാതെയും ഓൺലൈൻ ക്ലാസ് വഴി നടക്കുന്ന പഠിത്തം കുഴപ്പമില്ല. എന്നാലും ഇതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വന്ന് എല്ലാ കുട്ടികളുമായിട്ട് ഇതുപോലൊരു സഹകരണം
എല്ലാ പിള്ളേർക്കും നല്ല അറിവ് തന്നെയാണ് നൽകുന്നത്. വളരെയധികം പ്രയോജനപ്പെട്ടു. ഞങ്ങൾക്ക് പിന്നെ ടീച്ചർമാരെ എല്ലാം കാണാനും പറ്റി. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. ലാഭക്ഷേമം എന്നത് പദ്ധതി ഇവിടെ ആരംഭിച്ച് തന്നെ കൂട്ടുകാരെയും ടീച്ചേഴ്സ്മാരെയും എല്ലാവരെയും കാണാൻ പറ്റി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത്രയും സമയം ക്ലാസ്സുകളിൽ ഇത്രയേറെ സമയം ഇവിടെ നിർത്തി പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ വന്ന് ഇപ്പം കസേരകൾ ഇവിടെ എത്തിച്ച് ഞങ്ങളെ സഹായിച്ച ചേട്ടനും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.